Assalamu Alaikum. Hello my dear students. Today we are going to learn 10th standard biology. The first chapter is sensations and response. What is the chapter name? Sensations and response. Sensations and response. Sensations and responses ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. സോ എന്താണ് നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ടി വരുന്നത്? ഇപ്പം കൊറോണ അല്ലേ, കോവിഡ് അല്ലെങ്കിൽ കൊറോണ കാരണമാണ് നമുക്ക് ഈ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ടി വന്നത്. നമ്മുടെ എന്താണ് നമ്മുടെ വേൾഡിൽ എല്ലായിടത്തും എന്തോ ഉണ്ട്, ഈ കൊറോണ എന്ന് പറയുന്ന ഡിസീസസ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ അറിയുന്നു അല്ലേ, ഈ ന്യൂസസൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? We have a better telecommunication system. Through the telecommunication system, we know all things happen in the world. അല്ലേ, നമ്മളെല്ലാ കാര്യങ്ങളും ഏതിലൂടെയാണ് അറിയുന്നത്? നമുക്കൊരു ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിങ്സ് ഉണ്ട് അല്ലേ, മീഡിയാസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഈ ഒരു ചാനൽസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ വേറെ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് അറിയുന്നത്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ്? We have a better communication system. Through the better communication system, we know the things that happen in the whole world. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഈ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വഴിയാണ്. ലൈക്ക് ദാറ്റ് നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? ഇൻ അവർ ബോഡി ദർ ഈസ് എ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട് അല്ലേ. നമ്മൾ എന്താണ് വി നോ ഓൾ തിങ്സ് ഹാപ്പൻ ഇൻ ദ സറൗണ്ടിങ്സ്. നമ്മൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ ബോഡി നമ്മളെ അറിയിക്കുന്നില്ലേ അല്ലേ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ in our body there is a telecommunication system. നമ്മുടെ ബോഡിയിൽ എന്താ ഉണ്ട്? ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടല്ലേ. നമ്മളെ ബോഡിയിൽ എന്ത് നടക്കുന്നുണ്ട്? നമ്മൾ മൊബൈലിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുന്ന കൂട്ട് നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട്. there are so many messages, millions and trillions of messages എന്താണ് happen in our body. ഒരുപാട് മെസ്സേജസുകൾ നമ്മുടെ ബോഡിയിൽ കൂടെ ദിവസവും അല്ലേ, ഡെയിലിയിൽ നമ്മുടെ ബോഡിയിൽ കൂടെ ഒരുപാട് മെസ്സേജസ് എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കാണാം, നിങ്ങൾക്ക് ടെക്സ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക. ഒബ്സർവ് ദ പിക്ചർ. ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസം ഹാവ് എ വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് അല്ലേ. ഇവിടെ കുറേ ചിൽഡ്രൻസ് ഉണ്ട്, അവർക്ക് കുറേ എക്സ്പീരിയൻസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ആ പിക്ചറിൽ നോക്കിയിട്ട് ബുള്ളറ്റിട്ട് എഴുതി വെക്കാം. എ ചൈൽഡ് ടേസ്റ്റിംഗ് എ മാംഗോ. ഒരു ചൈൽഡ് എന്ത് ചെയ്യുന്നു? മാംഗോ ടേസ്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഒരു കുട്ടി മാങ്ങ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുന്നു. അപ്പം the second situation എന്താണ്? എ സ്നെയിൽ വിഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ടു ദ ഷെൽ വെൻ ഇറ്റ് ഈസ് ടച്ച്ഡ്. അതായത് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു സ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒച്ചിനെ തൊടുമ്പോഴത്തേക്ക് അതിൻ്റെ ബോഡി അതിൻ്റെ അകത്തേക്ക് ഉൾവലിയുന്നു. എ സ്നെയിൽ വിഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ടു ദ ഷെൽ വെൻ ഇറ്റ് ഈസ് ടച്ച്ഡ്. അതായത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒച്ച എന്ത് ചെയ്യുന്നു? ഇതിനെ അതിൻ്റെ ബോഡിയെ അകത്തോട്ട് എന്ത് ചെയ്യുന്നു? ഉൾവലിക്കുന്നു അല്ലേ. നമ്മൾ ഈ കോമൺ എക്സാമ്പിൾസ് ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ദിസ് ആർ ദ കോമൺ എക്സാമ്പിൾസ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു വിച്ച് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസം റെസ്പോണ്ട് ഹിയർ? എന്തൊക്കെ ഫാക്ടേഴ്സാണ്? ടേസ്റ്റ് ചെയ്യുന്നു, ടച്ച് അല്ലേ. മാംഗോ എടുത്ത് എന്താ ചെയ്തത്? ടേസ്റ്റ് ചെയ്തല്ലേ ചെയ്തത്. അപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പം എന്താണ്? വെദർ ഇറ്റ് ഈസ് റൈപ്പൻ ഓർ നോട്ട് അല്ലേ, അത് റൈപ്പ് ചെയ്തതാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. ദെൻ എന്ത് ചെയ്യുന്നു? ടച്ച് ചെയ്യുന്നു, ആ സ്നെയിലിനെ പോയി ടച്ച് ചെയ്യുന്നില്ലേ. അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കുറേ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താണ്? അതായത് ദ സെൻസ് ദാറ്റ് ഇവോക്സ് റെസ്പോൺസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലി. അതായത് നമുക്കൊരു പ്രേരണ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ പ്രേരണ മൂലം നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവുന്നു? ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നു. മനസ്സിലാവോ? അതായത് എന്തെങ്കിലും ഒരു പ്രേരണ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവുന്നു? അതിനെതിരെ ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിമുലി എന്ന് പറയുന്നത്. എന്താണ് സ്റ്റിമുലി? ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യത്തെ കേസിൽ എന്താണ് പറഞ്ഞത്? അതായത് ഒരു കുട്ടി മാംഗോ രുചിക്കുന്നു അല്ലേ. അതായത് അത് റൈപ്പൻ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ എന്താണ് ആ റെസ്പോൺസ് എന്തായിരിക്കും? അല്ലെങ്കിൽ അത് പുളിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? ലൈക്ക് ദാറ്റ് ദർ ഇസ് അനദർ സിറ്റുവേഷൻ. എ സ്നെയിൽ വെൻ വി ടച്ച് ദ സ്നെയിൽ എന്താണ്? സ്നെയിൽ പിന്നെ എന്താണ്? വിഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ടു ദ ഷെല്ല്. അതിൻ്റെ ബോഡി അതിൻ്റെ ഷെല്ലിലേക്ക് വിഡ്രോ ചെയ്യുന്നു.
അപ്പോൾ രണ്ട് ഇത് ഇവിടെ പറയുന്നുണ്ട്, രണ്ട് സിറ്റുവേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. എ സ്നെയിൽ വിഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ദ ഷെൽ വെൻ ഇറ്റ് ഈസ് ടച്ച്ഡ്. അതായത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ഒച്ച് അല്ലെങ്കിൽ സ്നെയിൽ എന്ന് പറയുന്ന അതിൻ്റെ ബോഡി അകവശത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബോഡിക്കുള്ളിലേക്ക് അതിൻ്റെ ഷെല്ലിനകത്തേക്ക് ഉൾവലിയുന്നു. അതായത് അവിടെ എന്തുണ്ടായി, നമ്മളൊരു പ്രേരണ കൊടുത്തു അല്ലെങ്കിൽ നമ്മളതിനെ ടച്ച് ചെയ്യുമ്പം അവിടെ എന്താണ്, ഒരു പ്രേരണ ഉണ്ടാവുകയാണ്. ആ പ്രേരണ മൂലം അതിൻ്റെ ബോഡി അതെന്ത് ചെയ്തു, ഉള്ളിലേക്ക് എന്താണ് വിഡ്രോ ചെയ്തു അല്ലെങ്കിൽ അകത്തേട്ട് അതിൻ്റെ ബോഡി അതിൻ്റെ അകത്തോട്ട് ഉൾവലിഞ്ഞു അല്ലെങ്കിൽ വിഡ്രോ ചെയ്തു. അപ്പോൾ അവിടെ എന്തുണ്ടായി, നമ്മളൊരു ഒരു പ്രേരണ ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ എന്തുണ്ട്, ഒരു റെസ്പോൺസ് ഉണ്ടാക്കി. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു തോണുള്ള അല്ലെങ്കിൽ മുള്ളുള്ള ഒരു റോസ് പ്ലാന്റിൽ വെൻ വി ടച്ച് എ തോൺ വിത്ത് തോൺ റോസ് പ്ലാന്റ്, അതായത് ഒരു മുള്ളുള്ള റോസ് പ്ലാന്റിൽ നമ്മൾ തൊടുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൽ നിന്ന് കൈ ഇങ്ങ് പിന്നോട്ട് വലിക്കുന്നുണ്ട്. അതായത് അവിടെ അതായത് അവിടെ ഒരു എന്താണ്, ഒരു പ്രേരണ ഉണ്ടായി, നമുക്ക് ഉൾവലിക്കണം എന്നുള്ള ഒരു പ്രേരണ ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ കൈ ഇങ്ങ് പെട്ടെന്ന് വിഡ്രോ ചെയ്തു അല്ലേ. സോ എന്താണ് സ്റ്റിമുലി എന്ന് പറയുന്നത്? സെൻസ് ദാറ്റ് ഇവോക്സ് റെസ്പോൺസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലി. അതായത് ഒരു പ്രേരണ മൂലം എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റിമുലി എന്ന് പറയുന്നത് അല്ലേ. പെട്ടെന്ന് നമ്മൾ ചൂടിൽ കൈ വെക്കുന്നു, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, കൈ ഇങ്ങനെ ബാക്കിലോട്ട് പിൻവലിക്കും, വിഡ്രോ ചെയ്യും. അപ്പോൾ അതൊക്കെ എന്താണ്, അവിടെ ഒരു പ്രേരണ ഉണ്ടായി, അപ്പോൾ അതിനെന്ത് ചെയ്തു, നമ്മൾ അതിനെതിരെ ഒരു റെസ്പോൺസ് ഉണ്ടായി അല്ലേ. അതാണ് സ്റ്റിമുലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റിമുലി? ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ഓർഗാനിസം. അതായത് ഒരു പ്രേരണ കൊണ്ട് നമ്മുടെ സെൻസിൽ എന്തുണ്ടാവുന്നു, ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റിമുലി എന്ന് പറയുന്നത്. ഓക്കെ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സ്റ്റിമുലി? സ്റ്റിമുലി എന്ന് പറയുന്നത് എന്താണ്? ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലി. അതായത് എന്താണ് സ്റ്റിമുലി എന്ന് പറയുന്നത്? ഒരു പ്രേരണ കൊണ്ട് നമ്മുടെ സെൻസ് ഓർഗൻസിൽ ഉണ്ടാകുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ സ്റ്റിമുലി എന്ന് പറയുന്നത്. ദ സെൻസ് ദാറ്റ് ഇവോക്സ് റെസ്പോൺസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലി. ഓക്കെ, അപ്പം ഈ സ്റ്റിമുലി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റിമുലി. ദർ ആർ 2 types ഓഫ് സ്റ്റിമുലി, എക്സ്റ്റേണൽ സ്റ്റിമുലി ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലി. എക്സ്റ്റേണൽ സ്റ്റിമുലി ഉണ്ട്, ഇൻറ്റേർണൽ സ്റ്റിമുലി ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്താണ് ഇൻറ്റേർണൽ സ്റ്റിമുലി, വാട്ട് ഈസ് എക്സ്റ്റേണൽ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ സ്റ്റിമുലി ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലി? എന്തൊക്കെ വ്യത്യാസങ്ങളാണ് എക്സ്റ്റേണൽ സ്റ്റിമുലിക്കും ഇൻറ്റേർണൽ സ്റ്റിമുലിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ സ്റ്റിമുലി ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലി? ഇൻറ്റേർണൽ സ്റ്റിമുലി എന്ന് പറയുമ്പം ആ വേർഡ് പറയുന്ന പോലെ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അകത്ത് അല്ലേ, നമ്മുടെ ബോഡിക്ക് ഉള്ളിനകത്ത് തന്നെ ഉണ്ടാകുന്ന സ്റ്റിമുലിയാണ് എന്തെന്ന് പറയുന്നത്, ഇൻറ്റേർണൽ സ്റ്റിമുലി. എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലി എന്ന് അതായത് എന്താണ്, നമ്മുടെ ബോഡിക്കകത്ത് തന്നെ എന്താണ് ഉണ്ടാകുന്നത്, ഹങ്കറും ടേസ്റ്റും ഒക്കെ ഉണ്ടാകുന്നില്ലേ, അതെന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ നിന്ന് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുണ്ടാകുന്ന സ്റ്റിമുലിയാണ്. നമ്മൾ അകത്ത് നിന്നുണ്ടാകുന്ന സ്റ്റിമുലിയാണ് ഏതെന്ന് പറയുന്നത്, ഇൻറ്റേർണൽ സ്റ്റിമുലി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ബോഡിക്കുള്ളിൽ നിന്ന് ഇപ്പോൾ ഹങ്കർ, ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത്, വിശപ്പും ദാഹമൊക്കെ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന സ്റ്റിമുലി അല്ലേ. അപ്പോൾ സച്ച് സ്റ്റിമുലീസ് ആർ കോൾഡ് ഇൻറ്റേർണൽ സ്റ്റിമുലി. നമ്മുടെ ബോഡിക്ക് അകത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്ന സ്റ്റിമുലി, അതായത് വിശപ്പും ദാഹമൊക്കെ നമ്മുടെ ബോഡിയുടെ അകത്ത് നിന്നല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്റ്റിമുലി, ദാറ്റ് സ്റ്റിമുലസ് ആർ കോൾഡ് ഇൻറ്റേർണൽ സ്റ്റിമുലി. ആ സ്റ്റിമുലസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇൻറ്റേർണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. എക്സ്റ്റേർണൽ സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഇപ്പോൾ സ്നെയിലിനെ തൊടുന്ന കാര്യം പറഞ്ഞു, മുള്ളുള്ള റോസ് പ്ലാന്റിൽ തൊടുന്ന കാര്യം പറഞ്ഞു. അതൊക്കെ എന്താണ്, എക്സ്റ്റേർണലി ഉണ്ടാകുന്ന സ്റ്റിമുലസ് ആണ്. ചൂടിൽ കൊണ്ട് കൈവെക്കുന്നതൊക്കെ എന്താണ്, എക്സ്റ്റേണൽ, പുറമെ ബാഹ്യ സ്റ്റിമുലികളാണ്, അല്ലെങ്കിൽ പുറമെ ഉണ്ടാകുന്ന സ്റ്റിമുലിയാണ് എക്സ്റ്റേണൽ സ്റ്റിമുലി. നമ്മുടെ ബോഡിയിനകത്ത് നിന്നും, എക്സാമ്പിൾ ഏതാണ്, ഹങ്കറും ടേസ്റ്റും ഒക്കെ നമുക്ക് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇൻറ്റേർണലി ഉണ്ടാകുന്ന സ്റ്റിമുലികളല്ലേ. അപ്പോൾ അതിനെ പറയുന്ന പേര് ഇൻറ്റേർണൽ സ്റ്റിമുലി എന്നും നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാകുന്ന സ്റ്റിമുലിയെ പറയുന്നത് എന്താണ്, എക്സ്റ്റേണൽ സ്റ്റിമുലി എന്നുമാണ്. ഓക്കെ, അപ്പം ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ സ്റ്റിമുലി ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലി അല്ലേ? മനസ്സിലായി കാണും. സോ നമ്മുടെ ഇൻ ഓൾ നമ്മളിപ്പം സെൻസ് ഓർഗൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളെ സെൻസ് ഓർഗൻസ്, ഇപ്പം നമ്മളെ ടങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു സോൾട്ടും ടേസ്റ്റ് ചെയ്യുന്നു, ഷുഗറും ടേസ്റ്റ് ചെയ്യുന്നു. വെൻ വി ടേസ്റ്റ് സോൾട്ട് ആൻഡ് ഷുഗർ, അപ്പോൾ സോൾട്ടും ടേസ്റ്റ് ചെയ്യുന്നു, ഷുഗറും ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാൻ പറ്റും അത് സോൾട്ടാണ് ടേസ്റ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഷുഗറാണ് ടേസ്റ്റ് ചെയ്തേക്കുന്നത്, നമുക്കറിയാൻ പറ്റും. നമ്മൾ എങ്ങനെയാണ് അത് അറിയുന്നത്, ഹൗ വി നോ ദാറ്റ്സ് ഷുഗർ ആൻഡ് വാട്ട് ഈസ്, എങ്ങനെ നമ്മൾ തിരിച്ചറിയും, എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും ദാറ്റ് സോൾട്ടാണ് ഇത്, പിന്നെ എന്താണ് സ്വീറ്റ് ആണെന്ന് നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? നമ്മുടെ ടങ്കിൻ്റെ അകത്തായിട്ട് കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. എന്താണ് റിസപ്റ്റേഴ്സ്? ഗ്രാഹികളെന്ന് പറയും മലയാളത്തിൽ. ആ റിസപ്റ്റേഴ്സ് വഴിയാണ് നമ്മൾ എന്തറിയുന്നത്, നമുക്ക് അല്ലെങ്കിൽ ഇതിന് സ്വീറ്റ് ടേസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന് സോൾട്ടി ടേസ്റ്റ് ആണെന്നൊക്കെ നമ്മളെ ഹൗ വി റെക്കഗ്നൈസ് ദിസ്, എങ്ങനെയാണ് നമ്മളിത് റെക്കഗ്നൈസ് ചെയ്യുന്നത്? കാരണം ഇൻ അവർ ബോഡി ദർ ഈസ് റിസപ്റ്റേഴ്സ്, നമ്മുടെ ബോഡിക്കകത്ത് എന്തുണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ത്രൂ ദിസ് റിസപ്റ്റേഴ്സ് വി ഫീൽ ദാറ്റ്, നമ്മൾ റിസപ്റ്റേഴ്സ് വഴിയാണ് അത് ഫീൽ ചെയ്യുന്നത് അല്ലേ.
ഓക്കെ. അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസിലും എന്തുണ്ട്? ഇൻ ഈച്ച് സെൻസ് ഓർഗൻസ് ദർ ഈസ് റിസപ്റ്റേഴ്സ്. എല്ലാ സെൻസ് ഓർഗൻസിലും എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ. അതായത് നമ്മുടെ ടങ്കിൽ സ്പെഷ്യൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ദ റിസപ്റ്റേഴ്സ് ഹെൽപ്പ് ടു റെക്കഗ്നൈസ് ദ ടേസ്റ്റ് ഓഫ് സോൾട്ട് ആൻഡ് ഷുഗർ. സോൾട്ടിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഹൗ യു റെക്കഗ്നൈസ് ദ ടേസ്റ്റ് ആൻഡ് ദ ഡിഫറൻസ് ഇൻ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ആ ഡിഫറൻസിലുള്ള ടേസ്റ്റിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ത്രൂ ദ റിസപ്റ്റേഴ്സ്. ഗ്രാഹികൾ എന്ന് പറയും. ഗ്രാഹികൾ വഴിയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? ഈ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസിലെല്ലാം എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ സെൻസ് ഓർഗനാണ് ഏതെന്ന് പറയുന്നത്? സ്കിൻ എന്ന് പറയുന്നത് അല്ലേ? സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ സെൻസ് ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. സ്കിന്നിനും എന്തുകൊണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അറിയുന്നത് എന്തുകൊണ്ടാണ്? ഈ റിസപ്റ്റേഴ്സ് വഴിയാണ് നമ്മൾ അറിയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എക്സ്റ്റേണൽ സ്റ്റിമുലി എന്താണ്? ഇൻറ്റേർണൽ സ്റ്റിമുലി എന്താണ്? സ്റ്റിമുലി എന്താണെന്ന് അറിയാമല്ലോ. എന്താണ് സ്റ്റിമുലി? ദ സെൻസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലി. അതായത് ഒരു പ്രേരണ വഴി എന്താണ് ഓർഗാനിസത്തിലുണ്ടാകുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ സ്റ്റിമുലി എന്ന് പറയുന്നത്. ദർ ആർ 2 types ഓഫ് സ്റ്റിമുലസ്, എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലസ്. Stimulus is from the internal part of our body, that is called internal stimulus. If the stimulus is from the external part, that is called external stimuli. അതിനെയാണ് എക്സ്റ്റേണൽ സ്റ്റിമുലി, ഇൻറ്റേർണൽ സ്റ്റിമുലി. രണ്ട് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ. സോ പിന്നെ നമ്മൾ പറഞ്ഞ റിസപ്റ്റേഴ്സ് അല്ലേ? റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഓരോ സെൻസ് ഓർഗനിലും അല്ലെങ്കിൽ ഓരോ പാർട്ടിലും എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. ദ റിസപ്റ്റേഴ്സ് ഹെൽപ്പ് ടു എന്താണ്? റിസപ്റ്റേഴ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ടങ്കിലുള്ള റിസപ്റ്റേഴ്സ് എന്തിനു സഹായിക്കുന്നു? അത് ഒരു കാര്യം ഫീൽ ചെയ്യാൻ സഹായിക്കുന്ന എന്താണ്? ഈ റിസപ്റ്റേഴ്സാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ എന്താണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്? ദർ ആർ സ്പെഷ്യലൈസ്ഡ് സെൽ ഇൻ സെൻസ് ഓർഗൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ടു റിസീവ് സ്റ്റിമുലി. ഈ സ്റ്റിമുലി എന്താണ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സെൻസ് ഓർഗൻസിലും നമ്മുടെ ബോഡി പാർട്സിലും ഒക്കെ എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസപ്റ്റേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ തിരിച്ചറിയുന്നതിനുള്ള ആൻസർ ആണെന്തെന്ന് പറയുന്നത്? റിസപ്റ്റേഴ്സ് വഴിയാണ് നമ്മളിതൊക്കെ ത്രൂ ദ റിസപ്റ്റേഴ്സ് വി ഫീൽ ദ തിങ്സ് അല്ലേ? നമ്മൾ റിസപ്റ്റേഴ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. ദർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. സെൻസ് ഓർഗൻസിലെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. എന്താണ്? ഇത് സ്റ്റിമുലിയെ റിസീവ് ചെയ്യുന്ന സ്റ്റിമുലിയെ റിസീവ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് റിസപ്റ്റേഴ്സ്. ദീസ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആർ കോൾഡ് റിസപ്റ്റേഴ്സ്. സ്പെഷ്യലൈസ്ഡ് സെൽസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. So, normally responses occur when the impulse is generated by the receptors on receiving the stimuli and reach the brain. അപ്പോൾ നമ്മൾ പറയും നമുക്കിവിടെ ഒരു ചോക്ക് ഇരിക്കുന്നു അല്ലേ? ഈ ചോക്കിനെ നമ്മൾ എപ്പോഴാണ് എടുക്കണമെന്ന് അല്ലെങ്കിൽ ഈ ചോക്കിനെ നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത്? നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ഇവിടുത്തെ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? മെസ്സേജസിനെ അല്ലെങ്കിൽ എവിടെ എത്തിക്കുന്നു? ബ്രെയിനിൽ എത്തിക്കുമ്പോഴാണ്. അത്രയും ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ ബ്രെയിൻ പറയണം നമ്മളുടെ അടുത്ത് ഈ ചോക്ക് നമുക്ക് എടുക്കണം. എന്നാലേ നമ്മൾ എന്ത് ചെയ്യും? കൈ കൊണ്ട് ഇത് എടുക്കും. അത്രയും ഫാസ്റ്റായിട്ടാണ് വളരെ ഫാസ്റ്റായിട്ടാണ് ഈ മെസ്സേജസ് എന്ത് ചെയ്യുന്നത് അല്ലേ? മെസ്സേജസ് നമ്മുടെ കയ്യിൽ നിന്ന് ബ്രെയിനിലോട്ട് പോകുന്നത്. ഓക്കെ. അത്രയും ഫാസ്റ്റാണ്. നമ്മൾ ലൈൻ കമ്പികൾ കണ്ടിട്ടില്ലേ? ലൈൻ കമ്പികൾ പോലെ നമ്മുടെ ബോഡിയിൽ എന്തോ ഉണ്ട്? നെർവ്സ് ഉണ്ട്. ഒരുപാട് നെർവ്സ് ഉണ്ട്. അപ്പോൾ ഈ നെർവ്സ് ആണ് ഈ മെസ്സേജസിനെ എവിടെ എത്തിക്കുന്നത്? നമ്മുടെ ബ്രെയിനിൽ എത്തിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ ദർ ആർ എന്താണ് ഒരുപാട് നമ്പർ ഓഫ് നെർവ്സ് അതെ ഒരുപാട് നെർവ്സ് ഉണ്ട്. അപ്പോൾ ഈ നെർവ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്താൽ അത് ബ്രെയിനെ അറിയിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ നമുക്ക് വിശക്കുന്നു എന്ന് ബ്രെയിനെ അറിയിക്കുന്ന ആരാണ്? ഈ നെർവ്സ് ആണ് ഇതിൻ്റെ മെസ്സേജ് എവിടെ എത്തിക്കുന്നത്? ബ്രെയിനിൽ എത്തിക്കുന്നത്. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? അത് ഫീൽ ചെയ്യത്തുള്ളൂ. എന്ത് കാര്യമായാലും നമ്മൾ ബ്രെയിനിൽ മെസ്സേജ് എത്തി ബ്രെയിൻ പറഞ്ഞ് അല്ലെങ്കിൽ ബ്രെയിൻ തിരിച്ച് മെസ്സേജ് ആ സെൻസ് ഓർഗൻസിലോട്ട് അയക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കാര്യം ഫീൽ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കേബിൾ പോലെയാണ് അല്ലെങ്കിൽ നമ്മുടെ ലൈൻ കമ്പികൾ പോലെയാണ് നമ്മുടെ ബോഡിയിൽ നെർവ്സ് ഉള്ളത്. ഓക്കെ. സോ അപ്പോൾ എന്ത് കാര്യവും എവിടെ എത്തണം? മെസ്സേജ് ബ്രെയിനാണ് നമ്മളെ ബോഡിയിലെ കംപ്ലീറ്റ് കാര്യങ്ങളെ എന്ത് ചെയ്യുന്നത്? കോർഡിനേറ്റ് ചെയ്യുന്നത്. ബ്രെയിൻ കോർഡിനേറ്റ്സ് ഓൾ ദ ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ആരാണ്? ബ്രെയിനാണ് കേട്ടോ. അപ്പോൾ ബ്രെയിനാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഡാമേജ് സംഭവിച്ചാൽ എന്ത് ചെയ്യും? ബ്രെയിൻ ഡെത്ത് എന്നൊക്കെ പറയത്തില്ലേ? ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ പിന്നെന്താ? ആ മനുഷ്യനെ കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? ഇല്ല. അത് എന്താണ്? ഡെഡ് ആയതിന് അല്ലെങ്കിൽ മരിച്ചതിന് തുല്യമാണല്ലേ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്. ഓക്കെ. സോ സച്ച് ഇമ്പോർട്ടൻസ് ടു ഹാവ് വിത്ത് ദ ബ്രെയിൻ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? ബ്രെയിനിന് ഉണ്ട്. ഇനി നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്താണ്? ഫസ്റ്റ് ബ്രെയിൻ ഉണ്ട്.
എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തുണ്ട്? ബ്രെയിൻ ഉണ്ട്, എന്താണ് സ്പൈനൽ കോഡ് ഉണ്ട്, പിന്നെന്താണ് നെർവ്സ് ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് 3 കാര്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? സ്പൈൻ ഉണ്ട് അല്ലേ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് സ്പൈൻ ഉണ്ട്, പിന്നെന്താണ് ബ്രെയിന് സ്പൈനല്ല സ്പൈനൽ കോഡ് കേട്ടോ. അപ്പം എന്തൊക്കെയാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, പിന്നെന്താണ് നെർവ്സ്. ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, നെർവ്സ് ഉണ്ട്. ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, നെർവ്സ് ഉണ്ട്. ദീസ് ആർ ദ പാർട്സ് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മുടെ എന്താണ് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നാണ് പറയുന്നത്. ന്യൂറോളജി എന്നൊക്കെ കേട്ടില്ലേ? ഇപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനൊക്കെ തകരാറുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് കാണിക്കുന്നത്? വിച്ച് ഡോക്ടർ വി കൺസൾട്ട് ഫോർ എന്താണ് ഈ ഡാമേജ് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം? ഡാമേജ് വരുമ്പോൾ നമ്മൾ ആരെയാണ് കാണിക്കുന്നത്? അപ്പം ന്യൂറോ സർജൻ എന്നൊക്കെ പറയത്തില്ല, ന്യൂറോ എന്നൊക്കെ നമ്മൾ ന്യൂറോളജിസ്റ്റ് എന്ന് പറയത്തില്ലേ? അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ദർ ഈസ് എ ബ്രെയിൻ, എന്താണ് സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ബ്രെയിൻ ഉണ്ട്, നമ്മുടെ എന്താണ് ഹെഡിൻ്റെ ഇൻസൈഡിലായിട്ട് ബ്രെയിൻ ഉണ്ട്, പിന്നെ എന്താണ് സ്പൈനൽ കോഡ് എന്ന് പറയും. സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിൽ നിന്ന് നീണ്ടു വരുന്നൊരു കുഴലുണ്ട്, അതാണ് സ്പൈനൽ കോഡ് എന്ന് കേട്ടോ. സുഷുമ്ന എന്ന് പറയും മലയാളത്തിൽ കേട്ടോ. അപ്പോൾ ബ്രെയിൻ ഉണ്ട്, ഒരു പിന്നെ എന്താണ് സ്പൈനൽ കോഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ എന്താ ഉണ്ട്? കുറേ നെർവ്സ് ഉണ്ട്. ഈ നെർവ്സാണ് നമുക്ക് എല്ലാ മെസ്സേജസും എത്തിക്കുന്നതും തിരിച്ച് മെസ്സേജസ് ബ്രെയിനിലോട്ട് എത്തിക്കുന്നതും ഒക്കെ നെർവ്സാണ്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വാട്ട് ആർ ദ പാർട്സ് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം? ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ദീസ് ആർ ദ പാർട്സ് ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ പാർട്സ് ആണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കൂടെ മെസ്സേജ് പാസ് ചെയ്യുന്നത് ഏതാണ്ട് മണിക്കൂറിൽ 433 km/h എന്നാണ് പറയുന്നത്. അത്രയും സ്പീഡിലാണ് നമ്മുടെ ബോഡിയിൽ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ? 431 km/h അവറിൽ 431 കിലോമീറ്ററാണ് നമ്മുടെ ബോഡിയിൽ എന്ത് കിടക്കുന്നത്? ഈ മെസ്സേജസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് എന്ത് പറഞ്ഞിട്ടാണ്? നമ്മൾ ബ്രെയിനിൽ മെസ്സേജ് തന്ന് ബ്രെയിൻ തിരിച്ച് എന്താണ് ഈ നെർവ്സ് വഴി മെസ്സേജ് നമ്മുടെ സെൻസോറുകളിൽ എത്തുമ്പോഴേ നമ്മൾ ആ കാര്യം ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ് ന്യൂറോൺ എന്ന് പറയുന്നത്? ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയും. നമ്മൾ നെർവ് പറഞ്ഞു, നമ്മളെ ബോഡിയിൽ മൊത്തം എന്തുകൊണ്ട്? നെർവ് ഉണ്ടല്ലേ. അപ്പോൾ ഈ നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് എന്താണ് സ്ട്രക്ചറാണ്. എന്താണ്? ന്യൂറോൺ ഓർ നെർവ് സെൽ ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. ന്യൂറോൺ അല്ലെങ്കിൽ എന്താണ് പിന്നെ നെർവ് സെൽ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് ഒരു നെർവ് സെല്ല് അല്ലേ. നെർവ് സെല്ല് അല്ലെങ്കിൽ ന്യൂറോണിനെ തന്നെയാണ് നമ്മൾ നെർവ് സെൽ എന്ന് പറയുന്നത് കേട്ടോ. ന്യൂറോൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഇതൊരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ. അപ്പം എന്താണ്? ന്യൂറോൺ ഓർ നെർവ് സെൽ ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? നെർവ് സെല്ല് അല്ലെങ്കിൽ ന്യൂറോൺ. ന്യൂറോണിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നെർവ് സെൽ എന്ന് പറയുന്നത്. സോ ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ വരും? നെർവ്സ് ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, ബ്രെയിൻ. ഇൻ നെർവസ് സിസ്റ്റം ദർ ഈസ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, നെർവ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു നെർവസ് സിസ്റ്റത്തിൽ ഉള്ളത്. സോ എല്ലാ സെല്ലിനെയും പോലെ തന്നെയാണ് ഈ സെല്ല്. നമുക്കറിയാം സെല്ലിൻ്റെ എന്താണ് സെല്ലെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സെൻട്രലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്തായിട്ട് സൈറ്റോപ്ലാസം ഉണ്ട്, ഏറ്റവും പുറമേ എന്താണുള്ളത്? സെൽ മെംബ്രെയിൻ ഉണ്ട് അല്ലേ. സെൻട്രലി നമ്മൾ സെല്ലിൻ്റെ സ്ട്രക്ചർ നമ്മൾ 8th 7th ഒക്കെ പഠിച്ചതാണ്. ഓക്കെ. സോ in a cell there is a centrally located nucleus and inside the cell there is cytoplasm and there is an outer covering is called cell membrane or cell body. അതുപോലെ തന്നെയാണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു സെല്ലല്ലേ, നെർവ് സെല്ലിനെയാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെർവ് സെല്ലിൽ എന്താ ഉണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ വാൾ ഉണ്ട്. ഓക്കെ. അപ്പം നമുക്ക് ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ട് ഇതാണ് ഒരു നെർവ് സെൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലും ഇതുണ്ട്, ഈ നെർവ് സെല്ലുണ്ടല്ലോ. ഈ നെർവ് ആണ് നമ്മളെ മെസ്സേജസ് പാസ് ചെയ്യുന്നതിന് സഹായിക്കുന്നത്. ഇപ്പോൾ സെൻട്രലി ലൊക്കേറ്റഡ് എന്താണുള്ളത്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. സോ ഇതിന് ഒരു സെൽ ബോഡി അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയും. സെൽ ബോഡി ഉണ്ട്. പിന്നെന്താണ്? ഇതിനകത്ത് എന്തോ ഉണ്ട്? സൈറ്റോപ്ലാസം. ഇതിനകത്തായിട്ട് എന്തോ ഉണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ ബോഡി ഉണ്ട്, പിന്നെന്താണ്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഒരു ബേസിക് സ്ട്രക്ചറാണ്. പിന്നീട് അതിൻ്റെ എന്താണ്? ഡെൻഡ്രോൺ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഡെൻഡ്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഷോർട്ട് ഫിലമെൻ്റ് ഇല്ലേ, ഇതാണ്. ഈ ഒരു ഷോർട്ട് ഫിലമെൻ്റ് ഉണ്ടല്ലോ,
അതാണ് ഏതെന്ന് പറയുന്നത് ഈ ഷോർട്ട് ഫിലമെൻറ്റിനാണ് സെൽ ബോഡിയിൽ നിന്നുള്ള സെൽ ബോഡി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നുള്ള ഈ ഷോർട്ട് ഫിലമെൻ്റ് ആണ് ഈ ബ്രാഞ്ച് പോലെ ഇരിക്കുന്ന ഫിലമെൻറ്റ് കണ്ടോ ഈ ഫിലമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഈ സെൽ ബോഡി എന്ന് പറഞ്ഞാൽ ഈ പുറമേയുള്ള ഭാഗം ഈ ഭാഗമാണ് സെൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽ ബോഡിയിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് കണ്ടോ ആ ഫിലമെൻറ്റ് പോലുള്ള ബ്രാഞ്ചസിനെയാണ് ഏതെന്ന് പറയുന്നത് ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. ഈ സെൽ ബോഡിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ ഷോർട്ട് ഫിലമെൻറ്റിനെ പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. അപ്പോൾ ഡെൻഡ്രോൺ എന്താണ് ഡെൻഡ്രോൺ ഈസ് ദ ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നുള്ള ഷോർട്ട് ഫിലമെൻറ്റിനെ പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. നിങ്ങൾ ബുക്കിനകത്ത് എന്ത് ചെയ്യുക ഈ സ്ട്രക്ചർ വരയ്ക്കണം കേട്ടോ. യു ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ഓർ നെർവ് സെൽ ഇൻ യുവർ നോട്ട്ബുക്കിൽ നല്ല ഭംഗിയായിട്ട് പിന്നെ എന്താണ് സ്കെച്ചൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വരയ്ക്കുക. ഓക്കെ, സോ ഈ ഷോർട്ട് ഫിലമെൻ്റ് ഉണ്ടല്ലോ ഈ ഷോർട്ട് ഫിലമെൻറ്റിൻ്റെ പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി ഇതാണ് ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ വരത്തില്ലേ. അപ്പോൾ ആ ഷോർട്ട് ഫിലമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് സെൽ ബോഡി എന്ന് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെൻഡ്രോണിനകത്തുനിന്ന് ഈ ബ്രാഞ്ചസ് വരുമല്ലോ ഈ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്. ഇത് ഇങ്ങനെ വരുന്ന ഇതാണ് സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ഷോർട്ട് ഫിലമെൻ്റ് ആണ്. ഈ ഷോർട്ട് ഫിലമെൻറ്റിനെയാണ് നമ്മൾ ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഏത് ഡെൻഡ്രൈറ്റ്. മനസ്സിലായല്ലോ. ഡെൻഡ്രോണ് അതായത് സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ഷോർട്ട് ഫിലമെൻ്റ് ഉണ്ടല്ലോ അതാണ് ഏതെന്ന് പറയുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. പിന്നീട് ആ ഡെൻഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബ്രാഞ്ചസ് ആണ് ഏതെന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡെൻഡ്രോൺ, ഇത് ആ ബ്രാഞ്ചസ് ഷോർട്ട് ഫിലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഡെൻഡ്രോണും എന്താണ് അതിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റുമാണ്. ഓക്കെ, പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ആക്സോൺ ആണ്. കണ്ടോ ഇവിടെ ഈ ഭാഗം കണ്ടോ ഇതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് ഏത് ആക്സോൺ. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് പിക്ചറിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം എന്താണ് ദിസ് പാർട്ട് ഇസ് കോൾഡ് ആക്സോൺ. ഈ പാർട്ടിനെ പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് എന്തുകൊണ്ട് ആക്സോണൈറ്റ് ഉണ്ട്. ഇതാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചസ് ഇല്ലേ ഇതാണ് എന്തെന്ന് പറയുന്നത് ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോണിൽ നിന്ന് വരുന്ന ഈ ബ്രാഞ്ചസ് ഇതുണ്ടല്ലോ ഇങ്ങനെ വരുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഏതെന്ന് പറയുന്നത്. ഇപ്പോൾ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ഏതാണ് ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്. അതുപോലെ തന്നെ ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്. Dendroninde branches, the branches of dendron is called dendrite and the branches of axon is called axonite. Dendroninde branches ആണ് dendrite, axoninde branches ആണ് axonite. ഓക്കെ, പിന്നെ ഒരു പാർട്ട് എന്ന് പറയുന്നതാണ്, പിന്നെ ഒരു പാർട്ട് പറഞ്ഞില്ല, ഇതാണ്ട് ഇത് ഏറ്റവും ഇത് ഷാൻ സെൽ കേട്ടോ. ഇതാണ് ആക്സോൺ എന്നറിയാലോ. ഈ ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട് ഷ്വാൻ സെൽസ് ഉണ്ട്. എന്താണ് ഷ്വാൻ സെൽസ് ഷ്വാൻ സെല്ല്. അതായത് ആക്സോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഭാഗമാണ് ആക്സോൺ എന്ന് പറയുന്നത്. ടെക്സ്റ്റിനകത്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത് ബോർഡിൽ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റിലോട്ട് നോക്കുക. അപ്പം എന്താണ് ഈ ഭാഗമാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോണിൽ വരുന്ന ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്. പിന്നെ അതിൻ്റെ ടിപ്പിലായിട്ട് ഒരു നോബുണ്ട്, ഒരു മുഴ പോലുള്ള ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. മനസ്സിലായല്ലോ. ടിപ്പ് ഓഫ് ആക്സോണൈറ്റ്. ഈ ആക്സോണൈറ്റിൻ്റെ എന്താണ് ഈ ബ്രാഞ്ചസ്. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്. ആക്സോണൈറ്റിൻ്റെ ടിപ്പിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. മുഴകൾ പോലെയുള്ള ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദീസ് ആർ ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ ഓർ ന്യൂറോൺ ആണ് നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് നമ്മൾ പറയും. സോ നമുക്കൊന്നും കൂടെ പറയാം. ഏറ്റവും എന്താണ് ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ ബോഡി ഉണ്ട്, പിന്നീട് എന്താണ് ഡെൻഡ്രോൺ ഉണ്ടല്ലേ ഷോർട്ട് ഫിലമെൻറ്റ്. ഈ ഷോർട്ട് ഫിലമെൻറ്റിനെ പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്. ഈ ബ്രാഞ്ചസ് ഉണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന ബ്രാഞ്ചസ് ഇല്ലേ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ സെൻട്രലായിട്ട് ഇതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ഏതാണ് ആക്സോണൈറ്റ്. ഇനി ആക്സോണൈറ്റിൻ്റെ ടിപ്പിലായിട്ട് എന്തോ ഉണ്ട് സിനാപ്റ്റിക് നോബ് ഉണ്ട്. മുഴകൾ പോലെയുള്ള ആ ഭാഗം ഉണ്ടല്ലോ അതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു സ്ട്രക്ചർ മനസ്സിലായല്ലോ, ബേസിക് സ്ട്രക്ചർ എന്തൊക്കെയുണ്ട്. പിന്നെ ഷ്വാൻ സെൽസ് ഉണ്ട്. ഷ്വാൻ സെൽസ് എന്ന് പറയുമ്പോൾ ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്തോ ഉണ്ട് ആക്സോണിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാണ് ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. നമുക്കിനി ഓരോന്നിൻ്റെ ഫംഗ്ഷനും കൂടെ പറഞ്ഞിട്ട് ഇത് നിർത്താം. ഓക്കെ, സോ
എന്താണ് ദർ ഇസ് എ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദീസ് പാർട്സ്. ഈ ഇതിൻ്റെ ഓരോന്നിനും എന്തുണ്ട്, ഓരോ ഫങ്ഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പാർട്സ് ദാറ്റ് റിസീവ്സ് ഇമ്പൾസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. അതായത് അറിയാലോ, നമ്മളെ ബോഡിയിൽ മൊത്തവും ഇങ്ങനെ ന്യൂറോൺസ് അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഒരു ന്യൂറോണിൽ നിന്ന് എന്താണ്, ഇപ്പം 2 ന്യൂറോൺസ് അടുത്തിരിക്കുകയാണ്. ഒരു ന്യൂറോണിൽ നിന്ന് നമ്മുടെ ഈ ന്യൂറോണിലൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നെ എന്താണ് ഇമ്പൾസസിനെ സ്വീകരിക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? ഈ ഡെൻഡ്രൈറ്റിനുള്ളത്. പാർട്ട് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്ന്. അപ്പോൾ ഈ ന്യൂറോണിൻ്റെ അടുത്തായിട്ട് വേറൊരു ന്യൂറോൺ കാണുമല്ലോ. അപ്പോൾ ഈ ന്യൂറോണിൽ, ആ അടുത്തുള്ള ന്യൂറോണിൽ നിന്ന്, അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്നും എന്ത് ചെയ്യുന്നു, മെസ്സേജിനെ റിസീവ് ചെയ്യുന്നു. ആര്? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് ആണ് എന്തിനെ റിസീവ് ചെയ്യുന്നത്? ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ്. ആ ബ്രാഞ്ചസ് ആണ് എന്തിനെ റിസീവ് ചെയ്യുന്നത്? മെസ്സേജിനെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡെൻഡ്രൈറ്റ് എന്തിനെ റിസീവ് ചെയ്യുന്നു? മെസ്സേജസ് ഫ്രം ദ അഡ്ജസൻറ്റ് ന്യൂറോൺ. ഡെൻഡ്രൈറ്റ് എന്താണ് ചെയ്യുന്നത്? ഡെൻഡ്രൈറ്റ് പാർട്ട് ദാറ്റ് റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോണിലെ ഇമ്പൾസ് അല്ലെങ്കിൽ മെസ്സേജിനെ ആര് റിസീവ് ചെയ്യുന്നു? ഡെൻഡ്രൈറ്റ് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ഡെൻഡ്രൈറ്റിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ ഡെൻഡ്രോണിലോട്ട് പോകും. ഡെൻഡ്രോണിൽ നിന്ന് എവിടോട്ട് പോകുന്നു? സെൽ ബോഡിയിലേക്ക് പോകുന്നു. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. ഇത് ഡെൻഡ്രൈറ്റിൽ നിന്ന് മെസ്സേജ് ഡെൻഡ്രോണിലോട്ട് പോയിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? സെൽ ബോഡിയിലോട്ട് പോകും. ഓക്കെ, സെൽ ബോഡിയിലോട്ടാണ് പോകുന്നത്. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്സ് ടു ദ സെൽ ബോഡി. ഇപ്പോൾ സെൽ ബോഡിയിൽ നിന്ന് എങ്ങോട്ട് പോകുമായിരിക്കും? സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ വഴി എവിടോട്ട് പോകുന്നു? സിനാപ്റ്റിക് നോബിലോട്ട് പോകുന്നു. ഓക്കെ, ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നുള്ള മെസ്സേജ് ആക്സോൺ വഴി സിനാപ്റ്റിക് നോബിൽ എത്തുന്നു. ഓക്കെ, ഈ ആക്സോണൈറ്റ് ആണ് എവിടെ കൊണ്ട് എത്തിക്കുന്നത്? മെസ്സേജിനെ സിനാപ്റ്റിക് നോബി. ഒന്നുമില്ല, ഇത് കണക്റ്റഡ് ആണ്. ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യുന്നു? ഇമ്പൾസിനെ പിന്നെ റിസീവ് ചെയ്യുന്നു. അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസിനെ ആരാണ് റിസീവ് ചെയ്യുന്നത്? ഡെൻഡ്രൈറ്റ്. അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ഡെൻഡ്രോണിലോട്ട്, ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലോട്ട്, സെൽ ബോഡിയിൽ നിന്ന് ആക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബിലോട്ട്. ഇങ്ങനെയാണ് മെസ്സേജസ്. ഇങ്ങനെ നമ്മളെ ബോഡിയിൽ നിന്നുള്ള മെസ്സേജ് ഒരു നെർവിൽ നിന്ന് വേറൊരു നെർവിലോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് എവിടെ എത്തുന്നു? ബ്രെയിനിലെത്തുന്നു. മെസ്സേജ് നമ്മൾ എന്താണ് എന്താണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ആ സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് എവിടെ എത്തുന്നു? ബ്രെയിനിൽ. ഈ നെർവ് സെല്ല് വഴിയാണ് മെസ്സേജസ് എത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു റൂട്ട് എന്ന് പറയുന്നത്? അഡ്ജസൻറ്റ് നെർവ് സെല്ലിൽ നിന്ന് ഡെൻഡ്രൈറ്റ് വഴി ഡെൻഡ്രോണിലെത്തുന്നു. ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലെത്തുന്നു. സെൽ ബോഡിയിൽ നിന്ന് ആക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബിൽ ആ മെസ്സേജ് എത്തിച്ചേരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ സിനാപ്റ്റിക് നോബ് വേറൊരു ഫംഗ്ഷനുണ്ട്. ഇറ്റ് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നു? എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു ഫംഗ്ഷനും കൂടെ സിനാപ്റ്റിക് നോബിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് മനസ്സിലായല്ലോ. എന്താണ് ഡെൻഡ്രോൺ? പിന്നെ അടുത്തുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള ന്യൂറോണിൽ നിന്ന് മെസ്സേജസ് ഡെൻഡ്രൈറ്റ് വഴി ഡെൻഡ്രോണിലേക്ക്, ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലേക്ക്, ആക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബിലേക്ക്. അങ്ങനെയാണ് മെസ്സേജസ് പാസ് ചെയ്യുന്നത്. പിന്നെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ സെൽ നിങ്ങൾ എന്താണ് ബുക്കിൽ യു ജസ്റ്റ് കോപ്പി ദിസ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് ടു ദ നോട്ട്ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോട്ട്ബുക്കിലോട്ട് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ലേബൽ ചെയ്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, നൗ വി ക്യാൻ വൈൻഡ് അപ്പ് ദ ക്ലാസ്. താങ്ക് യു.